താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വിവാഹ തീയതി വരെ സമയമുണ്ട്. പലിശയും കൂട്ടുപലിശ അടക്കം 15 ലക്ഷം തിരികെ ഏൽപ്പിക്കാൻ. താലി കിട്ടുന്നതിന് തൊട്ടു മുന്നിൽ ആ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ അയാളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ താലിക്ക് വേണ്ടി ഞാൻ കഴുത്ത് നീട്ടും. അയാളുടെ താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടുന്നതിന് മുമ്പ് ഈ വീടിന്റെ ആധാരം എനിക്ക് അയാൾ തിരിച്ചു തന്നിരിക്കും. അമ്മയുടെയും ശ്രീകുട്ടിയുടെയും പേരിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അമ്മയുടെയും ശ്രീകുട്ടിയുടെയും ജീവൻ സുരക്ഷിതമായിരിക്കും. എന്റെ ജീവൻ ബലികൊടുത്തിട്ടായാലും നിങ്ങളെ ഞാൻ പെരുവഴിയിലേക്ക് ഇറക്കില്ല. പോരെ? ആളുടെ വാക്കുകൾ വല്ലാതെ കടുത്തുപോയിരുന്നു. വേണ്ട ചേച്ചി അയാൾക്ക് പിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട ചേച്ചി. ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒന്നിച്ച് മരിക്കാൻ നമുക്ക്. ശ്രീകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇഷാനിയെ. അനിയത്തിയെ തിരികെ പുണരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇല്ല ശ്രീകുട്ടി, നീ പഠിക്കണം, പഠിച്ചൊരു ജോലി സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. ജാതിയും മതവും പണവും സമ്പാദ്യം ഒന്നും നോക്കേണ്ട. നിന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. ഒന്നിച്ച് നടക്കാനൊരു കൂട്ട് വേണം തോന്നുമ്പോൾ ചേച്ചി ഓർത്ത് ദുഃഖിക്കരുത്. അനിയത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഷാനി പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു രാജി. താൻ എന്തു പറഞ്ഞാലും ഭദ്ര അനുസരിക്കില്ലെന്നറിയാം. താനെന്നല്ല, അവന്റെ അമ്മ മായാദേവിയും അച്ഛൻ രാജേന്ദ്രനെ എതിർത്തുന്നാൽ പോലും അവന്റെ തീരുമാനം മാറില്ല. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കും. അത് സാധിക്കാനുള്ള സകല കുരുക്കാനും ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ പ്രതിസന്ധി ഘട്ടം എങ്ങനെ തരണം ചെയ്യും? ഏട്ടനെ കണ്ട് സംസാരിക്കാം, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന്. ഇഷാനി തന്നെ മകളല്ലേ, മോളുടെ കൂടെയല്ലേ താൻ നിൽക്കേണ്ടത്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഉഴറി രാജി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ജോക്കുട്ടൻ കൂടി ഓഫീസിൽ വന്നതോടെ വല്ലാത്ത തലവേദനയായി ഇഷാനിക്ക്. ജോക്കുട്ടൻ ഓഫീസിൽ വരുമ്പോൾ സേവ് വരാറില്ലെന്ന് ശ്രദ്ധിച്ചു അവൾ. ജോക്കുട്ടന്റെ അമിത സ്വാതന്ത്ര്യം അവൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യവുമില്ലാതെ തന്റെ ക്യാബിനിലേക്ക് കയറി വരികയും അനുവാദം കൂടാതെ അവിടെ ഇരിക്കുകയും എപ്പോഴും ഓരോ ചോദ്യങ്ങളും സംശയങ്ങളുമായി തൊട്ടുരുമി നിൽക്കുന്നു അവൾ അരിശം കൊള്ളിക്കുന്നുണ്ടായിരുന്നു. പതിവ് സമയത്ത് ഓഫീസിലെത്തി ശീതളിനോട് കുശലം പറഞ്ഞ് ലിൻസി ചേച്ചിയോടൊപ്പം പഞ്ച് ചെയ്ത് തന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് സേവി ക്യാബിനിലേക്ക് കയറി പോകുന്ന കണ്ടത്. ഇന്ന് സാറ് വന്നിട്ടുണ്ടല്ലോ, ഒരു കണക്കിന് നന്നായി, മറ്റേയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ലിൻസി ചേച്ചി അടക്കത്തിൽ ഇഷാനിയോട് പറഞ്ഞു. എനിക്ക് അയാൾ ഒട്ടും പിടിക്കുന്നില്ല ചേച്ചി, ഇങ്ങനൊരു വഷളൻ. തന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞവൾ. മുതലാളിയുടെ സെക്കൻഡ് വൈഫിന്റെ ആംഗ്ലിയാണ്. സേവി സാർ പോലും പലതും കണ്ണടക്കുക. കണ്ണടച്ച് അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അന്ന് ഇയാൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തായിരിക്കും. ലിൻസി തന്റെ സീറ്റിലേക്ക് ഇരുന്നപ്പോൾ ഇഷാനി തന്റെ ക്യാബിനിലേക്ക് പോയി. സേവി റൂമിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരെ. അല്പം കഴിഞ്ഞപ്പോൾ ചൂണ്ടുവരിൽ കാറിന്റെ കീട്ട് കറക്കിക്കൊണ്ട് ജോക്കുട്ടം കയറി വരുന്നുണ്ട് സേവി. അവനെ കണ്ടപ്പോൾ തന്നെ സേവിയുടെ മുഖം മാറി. ശീതളിനെയിൽ ലിൻസി ചേച്ചി അവനൊന്ന് ഇരുത്തി നോക്കുന്നു. ഇഷാനിയുടെ ക്യാബിനിലേക്ക് പോകുന്ന കണ്ടപ്പോൾ വലത് കൈയുടെ മുഷ്ടി അറിയാതെ ചുരുട്ടി പിടിച്ച സേവിയുടെ മുന്നിൽ നിൽക്കുന്ന കമ്പ്യൂട്ടർ വ്യക്തമായി കാണുന്നുണ്ട് ഇഷാനിയുടെ ക്യാബിൻ. മോത്തി സാറ് കൊടുത്ത ഡാറ്റ എൻട്രി ചെയ്യായിരുന്നു ഇഷാനി. ഈ സമയം ഒന്ന് അനുവാദം ചോദിക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറി ജോക്കുട്ടൻ. അവനെ കണ്ടപ്പോൾ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി ഇഷാനി. അവൾ എഴുന്നേൽക്കാനൊന്നും പോയില്ല. അതല്പം മര്യാദകേടായി തോന്നിയെങ്കിലും അവൾ നോക്കി വെളുക്കെ ചിരിച്ചുണ്ടാവും പറഞ്ഞു. എഴുന്നേൽക്കൊന്നും വേണ്ട, ഇരുന്നു പറഞ്ഞുകൊണ്ട് അവൾക്കെതിരെ കിടന്നിരുന്ന കസേര വലിച്ചിരുന്നവൻ. എന്ത് വേണം? ഗൗരവത്തോടെ ചോദിച്ചു ഇഷാനി. അത് പിന്നെ ചോദിച്ചാ തരുമെങ്കിൽ. ആള് നോക്കി ഇഴിച്ചുണ്ടെന്ന് കടിച്ചു മുഴുവൻ പറയാൻ നിർത്തിയവൻ. എഴുന്നേക്കണം, തന്റെ ഈ വരവിന്റെ പിന്നിൽ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എല്ലാവരും കളിക്കുന്ന പോലെ എന്നോട് കളിക്കരുത്. ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റുകൊണ്ട് അവന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞവൾ. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവളുടെ ഭാവം മാറി കണ്ട് എഴുന്നേറ്റ് അയാളും. ഓ, മുമ്പ് ഇവിടെ ഒരുത്തിയുണ്ടായിരുന്നു, മറ്റവന്റെ തോളിൽ തൂങ്ങി നടന്നിരുന്നവള്. വന്നു കയറിയില്ല. നിനക്കും പുളിങ്കൊമ്പിൽ തന്നെയാ നോട്ടം അല്ലേ? ജോക്കുട്ടം പറയുന്ന കേട്ടപ്പോൾ സകല നിയന്ത്രണം വിട്ടു അവന്റെ നേർക്ക് പാഞ്ഞു നടുക്കാനായി വലത് കൈ ഉയർത്തിയവൾ. അവളുടെ കയ്യിൽ കടന്നു പിടിച്ചവൻ. വീണവളെ! പിന്നിൽ നിന്നും ഗർജനം പോലെ ഒരു ശബ്ദം. വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് സേവി. ജോക്കുട്ടൻ തിരിഞ്ഞു നോക്കുന്നതിനൊപ്പം ഇഷാനിയുടെ കയ്യിലെ പിടിവിട്ടു. നിനക്ക് പൊള്ളു ഇവിടെ തൊട്ടാ അല്ലേ? വെറുതെ അല്ല, ആഴ്ചയിലും മാസത്തിലും വന്നിരുന്നവന് ഇപ്പൊ ഇവിടെ പെറ്റ് കിടക്കുന്നത്. ജോക്കുട്ടൻ വീറോടെ പറഞ്ഞു. സേവി ഓടി വന്ന് വലതുകാലി കുറിച്ച് ഒറ്റ ചവിട്ടായിരുന്നു. മലനടിച്ച് വീഴുക മാത്രമല്ല, നിരങ്ങിപ്പോയി ചുമരോട് ചേർന്നവൻ വളഞ്ഞു കുത്തിക്കൊണ്ട് കരിയടങ്ങാതെ സേവി അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി അവനെ. വേണ്ട സർ, ഇനി തന്നെ ആള് ചത്തുപോകും. ഇഷാനി സേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ കുടഞ്ഞെറിഞ്ഞവൻ പിന്നോക്കം നീങ്ങിപ്പോയവൾ. ബാളം കേട്ട് മൂർത്തി സാറും ജോബിനും ലിൻസി ചേച്ചിയും ശീതളും മത്തായി ചേട്ടനും ഗ്രേസി ചേർത്തി എല്ലാവരും ഓടിയെത്തി. ബാങ്കിൽ പോയി വരുന്ന വഴിയായിരുന്നു ജോസൂട്ടി. ആദ്യത്തെ ബാളം കേട്ട് അവനും വേഗം ഓടിച്ചെന്നു. ആർക്കും അടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിലത്തി കിടക്കുന്ന ജോക്കുട്ടിനെ എടുത്തിട്ട് പെരുമാറുകയായിരുന്നു സേവി. എന്നതാ സേവിച്ച, ഇനിയും തനിയവൻ ചത്തുവോ? ഒരു വിധത്തിൽ ജോസൂട്ടിയാണ് അവൻ അടക്കി പിടിച്ച്. ജോബിൻ വേഗം ഓടിച്ചെന്ന് ജോക്കുട്ടിനെ പൊക്കിരുവത്തിൽ എഴുന്നേറ്റവൻ. നീ ജയിച്ചെന്ന് കരുതണ്ട, നിന്നെ ഇവളെയും കാണി കൊടുപ്പിക്കുക ജോക്കുട്ടൻ. വാതിൽ കടന്നു പോകുന്നതിൽ പറഞ്ഞവൻ. ഇവനെ ഇന്ന് ഞാൻ സേവി പറഞ്ഞുകൊണ്ട് തനിയിൽ മുറുകിയിരുന്ന ജോസൂട്ടിയുടെ പിടിപിടിക്കാൻ നോക്കി. പിന്നിൽ നിന്ന് കൂച്ചു വിലങ്ങിട്ട പോലെ പിടിച്ചുകൊണ്ട് വിടുവിക്കാൻ പറ്റിയില്ല സേവിക്ക്. അപ്പോഴേക്കും ജോബിൻ കൊണ്ടുപോയിരുന്ന അവനെ ഇഷാനി ഇപ്പോൾ കരയുന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. മോനെ, എന്താ ഉണ്ടായത്?
മൂർത്തി സേവിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അങ്ങോട്ട് ചോദിക്ക്. ഇനി മേലാലൊരു ബന്ധവും പറഞ്ഞവൻ ഈ ഓഫീസിൽ കാലുത്തരുത്. കുത്തി അവന്റെ കാര്യം വിട്ടു. സേവി ചീത്തയാ, മാ ചീത്ത. പക്ഷെ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരാളോടും അപമര്യാദയായിട്ട് ഞാനിതുവരെ പെരുമാറിയിട്ടില്ല. അവനത് പറഞ്ഞപ്പോൾ ഇഷാനിയുടെ ചുണ്ടുകളൊന്ന് കൂടിപ്പോയി. താൻ വന്ന ആ ദിവസത്തെ ആൻസിയുടെ പ്രകടനങ്ങളായിരുന്നു ആ സമയം ഇഷാനിയുടെ മനസ്സിലൂടെ കടന്നുപോയത്. അവളുടെ മുഖത്തെ പുച്ഛവാത്തിൽ നിന്നും സേവി അത് മനസ്സിലാക്കിയിരുന്നു. അവളെ തിരുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയോണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോയി. ഇനിയിപ്പോ ഒരു കൂട്ടിച്ചോദ്യവും മറ്റും വേണ്ട. ഇഷാനിയോട് മോശമായി പെരുമാറി അവനെ സേവി ഒന്ന് കുടഞ്ഞു. അതിവിടെ തീർന്നു ഏട്ടല്ലോ. എല്ലാവരും അവരുടെ സീറ്റിലേക്ക് പോയിക്കോ. റൂമിലും വരാന്തലുമായി നിൽക്കുന്ന എല്ലാവരെയും നോക്കി മൂർത്തി സാർ ഗൗരവത്തിൽ പറഞ്ഞു. ഇഷാനിയെ നോക്കിക്കൊണ്ട് എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി. വാതിലടച്ച് ലോക്കാക്കി മൂർത്തി. മോളിരിക്കേ. അനുകമ്പയോടെ അയാൾ അവളെ നോക്കിക്കൊണ്ട് കസേരയിൽ ഇരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇഷാനി തന്റെ സീറ്റിലേക്ക് ഇരുന്നു. അവന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. സേവി ഇടപെടണമെങ്കിൽ ഇവിടെ മോശമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവൻ ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. ഇഷാനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ വിഷമമുണ്ടായിരുന്നു മൂർത്തി സാറിന്. സാറ് ക്ഷമ ചോദിക്കുന്നു വേണ്ട. കൃത്യസമയത്ത് സേവി സാർ വന്നുകൊണ്ട് കാര്യങ്ങൾ വഷളായില്ല. സേവിയുടെ റൂമിലെ ഓഫീസില് ഇവിടെ നടക്കുന്ന എല്ലാം കാണാം. ഇവിടെ ഒരു ഇലനങ്ങിയാൽ പോലും സേവി അറിയും. അവന്റെ റൂമിൽ മാത്രമല്ല എൻ്റെ റൂമിലും. എൻ്റെ സിസ്റ്റം ചെറിയൊരു കംപ്ലൈന്റ് റിപ്പയറിങ്ങിനായിട്ട് കൊണ്ടുപോയിരിക്കുക. കുറച്ചായി കൊണ്ടുപോയിട്ട് അയാളൊന്ന് വിളിക്കണം. താൻ പുറത്തു പറയണ്ട. ഇവിടെയുള്ളവരെ ജോസൂട്ടിക്ക് മാത്രമേ അറിയൂ ഈ കാര്യം. മോദി സാർ പറയുന്ന വിശ്വാസം വരാത്ത പോലെ ഇഷാനി നെറ്റി വിളിച്ചു. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. യു ക്യാരി ഓൺ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാം CCTV ക്യാമറ പതിയുമെങ്കിൽ ആൻസിയുമായുള്ള ബന്ധം അതിലുണ്ടാവില്ലേ? ഈ ക്യാബിനാണ് അവർ മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ മൂർത്തി സാർ അറിയില്ലേ അവരുടെ വഴിവിട്ട ബന്ധം? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ? കൊച്ചു മുതലാളി ആയതുകൊണ്ട് ആലോചിച്ചിട്ട് എത്തുമ്പോഴേയും കിട്ടിയില്ല അവൾക്ക്. ലഞ്ച് ബ്രേക്കിൽ ലിൻസി ചേച്ചിയോട് ശീതളിനോട് വിവരം പറഞ്ഞു ഇഷാനി. വലിയ അഹങ്കാരാണ് അവന്. സേവി സാറിനേക്കാൾ ചെരുപ്പൂരി അടിക്കേണ്ടതായിരുന്നു, ശീതൾ ദേഷ്യത്തിൽ പറഞ്ഞു. എന്തായാലും സേവി സാറ് നല്ലോണം പെരുമാറിയിട്ടുണ്ട്. തൽക്കാലം അവന്റെ ശല്യം ഉണ്ടാവില്ല. പക്ഷേ സൂക്ഷിക്കണം കേട്ടോ ഇഷാനി. ലിൻസി ചേച്ചി മുന്നറിയിപ്പ് നൽകി. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല ചേച്ചി. എന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ വരും. ഓരോ നൂലാമാലകള് നെടുവീർപ്പോടെ ഇഷാനി പറഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇഷാനി എന്ന പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ലിൻസി ചേച്ചിക്ക്. വാത്സല്യത്തോടെ അവളുടെ നെറുകിലും തലോടിക്കൊണ്ട് പറഞ്ഞവർ. എല്ലാം ശരിയാവിടോ. നേരത്തെ ഒരു പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു ചേച്ചി. പ്രതീക്ഷയാണല്ലോ എല്ലാം അല്ലേ ചേച്ചി? ചെറുപുഞ്ചിരിയോടെ കഴിക്കുന്ന മതിയാക്കി എഴുന്നേറ്റവൾ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി ലിൻസിക്ക്. ഓരോന്നും കുത്തി ചോദിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ലിൻസിയും കഴിച്ച് എഴുന്നേറ്റു. സേവി പ്രശ്നം ഉണ്ടായതിനു ശേഷം പോയതാണ്. പിന്നീട് വന്നില്ല. തന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞപ്പോൾ ഇഷാനി മോദി സാറിന്റെ ക്യാബിനിലേക്ക് പോയി. സർ, എന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇഷാനി, നമുക്ക് നാളെ ബാങ്കിലൊന്ന് പോകണം. നമ്മുടെ ടാക്സ് കൺസൾട്ടന്റ് ഉണ്ടാവും. എന്തൊക്കെയോ ഡീറ്റെയിൽസ് വേണമെന്നാണ് പറഞ്ഞത്. ആ ഡീറ്റെയിൽസ് നമ്മുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ്. നാളെ പോയിട്ട് അയാൾ വിശദമായിട്ട് പറഞ്ഞു തരും. ഇന്നിനി കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞ്. ഷാനി പോയിക്കോളൂ. മൂർത്തി സാർ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക്. ഉച്ചയ്ക്ക് ശേഷം തലവേദനയുണ്ട്. ഓഫീസിലായതുകൊണ്ട് അവൾ അത് കാര്യമാക്കിയിരുന്നില്ല. താങ്ക് യു സർ. തന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ സാർ അത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞവൾ ശീതളിനോട് ലിൻസി ചേച്ചിയോട് യാത്ര പറഞ്ഞിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. അവൾ നടന്നു പോകുന്ന കണ്ടുകൊണ്ടാണ് സേവിയുടെ ജീപ്പ് ഓഫീസ് മുറ്റത്തേക്ക് വന്നിരുന്നത്. വാച്ചിലൊന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങിയവൻ. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പതിവില്ലാത്തതായിരുന്നു അവനെ. സേവി മുണ്ടുമടക്കി കുത്തി കയറി വരുന്ന കണ്ടപ്പോൾ ശീതൾ ലിൻസി ചേച്ചിയെ നോക്കി. സേവി നേരെ പോയത് മൂർത്തി സാറിന്റെ റൂമിലേക്കായിരുന്നു. വാതിൽ തുറന്നവൻ സാർ ഇരിക്കുന്നതിനെതിരെ കിടക്കുന്ന കസേരയിലേക്ക് ഇരുന്നു. അവളെ എന്തിനാ നേരത്തെ പറഞ്ഞിട്ട്? വേണ്ടാത്ത ആനുകൂല്യങ്ങളൊന്നും ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കുന്ന പോലെയായിരുന്നു അവന്റെ സംസാരം. സേവിച്ച ആ കുട്ടി അല്പം നേരത്തെ വിട്ട് തന്നെയാ. കാലത്തുണ്ടായ ഇഷ്യൂ ചെറിയ കാര്യമായിരുന്നില്ല. ആ കുട്ടി എന്തെങ്കിലും പരാതിയായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് അതൊരു ചീത്തപ്പേരാകുമായിരുന്നു. ആ കുട്ടിയൊന്ന് കയ്യിലെടുക്കാൻ വേണ്ടി തന്നെയാ കുറച്ച് നേരത്തെ വിട്ട്. നമ്മളോട് അവൾക്കൊരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. കാര്യം മറ്റവൻ ചെയ്ത തന്തയില്ലായ്മത്തിലാണെങ്കിലും അത് ബാധിക്കുന്ന നമ്മളെ കൂടിയാ. ഒരു മയത്തിൽ അവൾ ഒതുക്കിയതാ. മറ്റുള്ളവരെ പോലെയല്ല ഇഷാനി ചന്ദ്രശേഖർ. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാ. നിയമത്തിന്റെ വഴിക്ക് പോകാനും മടിയില്ലാത്തവള്. തൽക്കാലം അവളെ കൂടെ നിർത്തേണ്ട നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഇവിടെ ജോലിക്ക് വരുന്നവരെ കൂടി ബാധിക്കും അത്. മൂർത്തി ഞങ്ങൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി അവനെ. നാളെ അവളെയും കൊണ്ട് ബാങ്കിലേക്ക് പോകണം. നമ്മുടെ ടാക്സ് കൺസൾട്ടന്റ് ബിനോയും വരും. എന്തൊക്കെയോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നീ അവളെ കൊണ്ട് പോയാലും മതി. എനിക്ക് നാളെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടതുണ്ട് തോട്ടത്തിൽ. അത് നോക്കിയിട്ട് വേണം. ഈ ആഴ്ച തന്നെ അയക്കേണ്ടതാ. നിന്റെ അപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിൽ ഞാൻ പോയാൽ മതിയോ? ഇഷാനിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ യാത്ര വേണ്ടെന്ന് തോന്നിയോണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത്. കഴിഞ്ഞ തവണ സാമ്പിൾ പരിശോധിക്കാൻ പോയിട്ട് നോക്കാതെ നീ വന്നു. എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എത്രയാ നഷ്ടമെന്നറിയോ? മോത്തി റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയെന്നോട് ചിരിയോടെ ചോദിച്ചപ്പോൾ സേവി അബദ്ധം പറ്റിയ പോലെ അയാളെ നോക്കി ചിരിച്ചു. ശരി, ഞാൻ തർക്കിക്കുന്നില്ല. ആളെ കൊണ്ട് ഞാൻ പോയിക്കോളാം. കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ സേവി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇഷാനി വീട്ടിൽ ചെല്ലുമ്പോൾ രാജി ഉമ്മർ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിലൊരു കല്യാണക്കുറി ഉണ്ടായിരുന്നു. ആരുടെയാ കല്യാണം? ഇഷാനി ചോദിച്ചുകൊണ്ട് പടിക്കെട്ടുകൾ കയറി. അത് പിന്നെ
അമ്മയുടെ വിക്കിയോടുള്ള സംസാരം കേട്ട് അവരൊന്ന് സൂക്ഷിച്ച് നോക്കി. കയ്യിലിരുന്ന ക്ഷണക്കത്ത് വാങ്ങി. വളരെ വില കൂടിയ ഇൻവിറ്റേഷൻ കാർഡായിരുന്നു അത്. സ്വർണ്ണലിപിൽ ആലേഖനം ചെയ്തു വെച്ച പേരിൽ അവളുടെ കണ്ണുകളുടക്കി. ഭദ്രൻ വലിയ വീട്ടിൽ വെഡ്സ് ഇഷാനി ചന്ദ്രശേഖർ. ഇതാരാ കൊണ്ടുവന്ന്? ദേഷ്യവും സങ്കടം ഒന്നിച്ച് വന്നവൾക്ക്. ഏടത്തിയും ഭദ്രനും ഏട്ടനും കൂടി വന്നിരുന്നു. നീ വരുന്നതിന് തൊട്ടു മുമ്പാ പോയത്. ഭദ്രനെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയാണ്. 1 മാസം കൂടിയല്ലേ ഉള്ളൂ ചിങ്ങൊന്നിന്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞവര്. എല്ലാവരെയും വിളിക്കാനും സാരി എടുക്കാനും സ്വർണ്ണം എടുക്കാനൊക്കെ പോവേണ്ടതല്ലേ. കുട്ടികളിൽ വെച്ച് ആദ്യത്തെ കല്യാണമാണല്ലോ തറവാട്ടില്. രാജു തന്റെ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് പറഞ്ഞു. വെറുതെ മനക്കോട്ട് കിട്ടി അപമാനം വരുത്തി വെക്കണമെന്ന് പറഞ്ഞേക്ക അയാളോട്. അയാൾ കൊടുക്കാനുള്ള കാശ് എങ്ങനെയും ഉണ്ടാക്കും ഞാൻ. വാശിയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ക്ഷണക്കത്ത് വലിച്ചെറിഞ്ഞവൾ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാജിക്കത്. നീ എവിടുന്ന് എടുത്തു കൊടുക്കാനായിട്ട് 15 ലക്ഷം രൂപ 1-2 അല്ല. അവനോടുള്ള വാശി അടിച്ചിട്ട് ആരെങ്കിലും ചതിക്കുഴിച്ചെന്ന് കാണാനാണ് ഉദ്ദേശം. ദേഷ്യം വന്നവർക്ക്. അങ്ങനെയെങ്കിലും അങ്ങനെ, എന്നാലും അവൻ അടിമയായിട്ട് ജീവിക്കില്ല ഞാൻ. അവളുടെ വാക്കിൽ കേട്ട് സകല നിയന്ത്രണം വിട്ടുപോയി രാജിയുടെ. കൈ നിവർത്തി ഒറ്റ അടിയായിരുന്നു അവർ. ഇഷാനിയുടെ ഇടത് കവിൾത്തടം പുകയെ മാറി. പകപ്പോടെ അവൾ അമ്മയെ നോക്കി. ഓർമ്മ വെച്ചാൽ പിന്നെ അമ്മ തന്നെ തല്ലിയിട്ടില്ല. ആദ്യമായിട്ടാണ്, അതും ഭദ്രന് വേണ്ടി. ശരീരത്തിനേക്കാൾ വേദന മനസ്സിനായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ആ നസ്രാണി ചിക്കനായിട്ട് നിനക്കെന്തോ ഏർപ്പാടുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. ശരീരം വിറ്റിട്ടാണോടി അവന് കൊടുക്കാനുള്ള കാശ് നീ സംഘടിപ്പിക്കാൻ പോകുന്നത്? ഉറഞ്ഞുള്ളിക്കൊണ്ട് രാജി ചോദിച്ചു. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മയുടെ മകളായ എന്നെ അമ്മയ്ക്ക് വിശ്വാസമല്ലേ? അമ്മ എന്നെ മനസ്സ് കാണാൻ ശ്രമിക്കാത്ത ഏട്ടന്റെ മകൻ പറയുന്നത് മാത്രമാണോ കാര്യം? ജോലി കിട്ടിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശമ്പളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കഴിയണം. ശ്രീകുട്ടിയുടെ പഠിപ്പ് മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. എങ്ങനെയെങ്കിലും അവളെ പഠിപ്പിച്ചൊരു ജോലി വാങ്ങിക്കാൻ കഴിവുള്ളവളാക്കണം. അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുപരി വാൾമുനെ തൂങ്ങിയാടുകയാ തലക്ക് മുകളിൽ. ഈ വീടിന്റെ ആധാരം അയാളുടെ കൈകളിലായതുകൊണ്ട് ഞാൻ അയാളെ വിവാഹം കഴിക്കണം തന്നെയാണ് അമ്മ പറയുന്നെങ്കിൽ അമ്മ ഒന്നോർത്തോ, എന്റെ ശവത്തിലായിരിക്കും അയാൾ താലി കിട്ടുന്നത്. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്ന അവളുടെ. ശ്രീകുട്ടിയുടെ പഠിപ്പിന്റെ കാര്യത്തിന് ടെൻഷൻ ആവേണ്ട, ഭദ്രൻ അതൊക്കെ ഏറ്റിട്ടുണ്ട്. ഏട്ടനും അങ്ങനെ തന്നെ ആ വാക്ക് പറഞ്ഞു. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എങ്ങനെയെങ്കിലും ഷാനി കൊണ്ട് സമ്മതിപ്പിക്കുക എന്നല്ലാതെ വേറെ വഴിയിലായിരുന്നു അവർക്ക്. ഏട്ടനും ഏടത്തിയും ഭദ്രനും വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ അവർ ഓർത്തു. ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ടൊന്ന് മയങ്ങിയായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് ഉണർന്ന്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഏട്ടനും ഏടത്തിയും ഭദ്രനും. വരൂ, ഒട്ടും പ്രതീക്ഷിക്കാതെ വരുവാണല്ലോ. ഏട്ടന്റെ മുഖത്ത് തെളിച്ച കുറവ് ശ്രദ്ധിച്ചുകൊണ്ടാണ് രാജിത് പറഞ്ഞു. മുൻകൂട്ടി വരെ അറിയിച്ചിട്ട് വരണം തോന്നിയില്ല. ഏടത്തിയുടെ മുനവച്ച സംസാരം. നീ ഒന്ന് അടങ്ങിയിരിക്കുവായേ. ഏട്ടൻ സ്വരകീർത്തി പറഞ്ഞുകൊണ്ട് ഹാളിലെ സെറ്റിയിലിരുന്നു. ഏട്ടന് പിന്നാലെ ഏടത്തിയും ഭദ്രനും ഹാളിലേക്ക് കയറി സെറ്റിലേക്ക് ഇരുന്നു. അപ്പച്ചിരിക്ക് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമാണ്. വാതിൽക്കൽ സംശയിച്ചിരിക്കുന്ന തന്നെ നോക്കി ഭദ്രൻ പറഞ്ഞു. നീ പേടിക്കേണ്ട രാജി, ഇവിടെ വന്നിരിക്കുക. തന്റെ നിൽപ്പ് കണ്ടിട്ട് വേദന ഒന്നിയുണ്ടാവാം ഏട്ടൻ പറഞ്ഞു. ഏട്ടന് മുന്നിൽ കിടന്ന കസേരയിലിരിക്കുമ്പോഴും വല്ലാത്തൊരു നെഞ്ചിരിപ്പായിരുന്നു തനിക്ക്. അതെ, ആങ്ങളെയും പെങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ ശരിയാവില്ല. ഞാൻ കാര്യം പറയാം. ഇതുവരെ അവളോട് ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല. എന്നാൽ ഇവൻ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൾ ഇത്രക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ മോനെ ആളെ അയച്ച് തല്ലിയിരിക്കുന്നവള്. എന്തിന്റെ പേരിലാണെങ്കിലും കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയിലായി. അമ്മ എന്ന് പറയണ്ട. അപ്പച്ചി ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അവൾ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്ന ഒറ്റക്കാലം നിൽക്കുകയാണ്. അതൊക്കെ പോട്ടെ, അവൾക്ക് 15 ലക്ഷം 1 മാസത്തിൽ എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ലെന്നറിയാം. ഇനി ഞാൻ പറയാം. ഏടത്തി ഭദ്രനെ തടഞ്ഞു. എന്റെ മോന്റെ വിവാഹം ആർഭാടായി നടത്തണം തന്നെയാ എന്റെ ആഗ്രഹം. ചിങ്ങൊന്നിന് ഇനി അധിക ദിവസങ്ങളില്ല. ഇപ്പൊ തന്നെ ഓടിയാലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റൂ. ധർമ്മ കല്യാണം നടത്താനുള്ള ഉദ്ദേശമില്ലെന്ന് സാരം. നീ ഒന്നും അറിയണ്ട. ഏതായാലും ജോലിക്ക് പോയിട്ട് 1 മാസം ആവാൻ അധികമല്ലല്ലോ. 1 മാസം തേച്ച് പോയിക്കോട്ടെ. അവൾക്കും ശ്രീകുട്ടിക്കും സൗകര്യമുള്ള ദിവസം പോയിട്ട് തുണിയും സ്വർണ്ണമൊക്കെ എടുക്കാം. നീ ഒന്നിലും ടെൻഷൻ ആവേണ്ട. എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്തോളും. വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് കൊടുത്താൽ മതി. ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാന്ന് കരുതി. ക്ഷണപത്രിക ഐശ്വര്യമായിട്ട് പെങ്ങൾക്ക് തന്നെ ആദ്യം കൊടുത്തേക്ക്. ഭർത്താവിന് നോക്കി പറഞ്ഞു മായാദേവി. അപ്പച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. വിവാഹത്തിന്റെ അന്ന് തന്നെ ആധാരം അപ്പച്ചിയുടെ കയ്യിലെത്തിയിരിക്കും. മാത്രമല്ല, ശ്രീകുട്ടിയുടെ പഠന ചെലവുള്ള പൈസയും തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസയും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്താ പോരെ? ഈശാനി മാസം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലുണ്ടാവും എന്തായാലും, ഭദ്രം പറഞ്ഞു. ഏട്ടൻ തന്നെയാണ് കല്യാണക്കുറി തന്റെ കയ്യിലേൽപ്പിച്ച്. ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട. അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞുകൊണ്ട് 3 പേരും പോയി. അമ്മ എന്തൊക്കെയോ ആലോചിച്ച് പൂമുഖത്തിന് നിൽക്കുന്നതുകൊണ്ടാണ് ഇഷാനി അകത്തേക്ക് പോയത്. കുളിച്ച് വേഷം മാറി. തനിക്ക് ആലോചിച്ചിരിക്കാൻ സമയമില്ല. ട്യൂഷൻ എടുക്കാൻ പോകുന്ന സമയമായി. ഇഷാനി അമ്മയോട് ഒരക്ഷരം മിണ്ടിയില്ല. മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ശ്രീകുട്ടി വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചി നേരത്തെ വന്ന ഇന്ന്? ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ ചോദിച്ചവൾ. കുറച്ച് നേരത്തെ വന്നു. അനിയത്തിയെ നോക്കിയിട്ട് ചിരി വരുത്തിയിട്ട് വേഗത്തിൽ നടന്നു പോയവൾ. അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അമ്മയുടെ നിൽപ്പും നിലത്തിടക്കുന്ന ക്ഷണപത്രികയും കണ്ട് സംശയിച്ചു ശ്രീകുട്ടി. ആ നീ പോയി മേല് കഴിയുവാ, അമ്മ ചായ വെക്കട്ടെ. സാരി തലപ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചവർ അകത്തേക്ക് കയറിപ്പോയി. നല്ല കാടാണല്ലോ.
ശ്രീകുട്ടി കുനിഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് എടുത്തു. അതിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടപ്പോൾ അവൾ ഞെട്ടി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി. ശ്രീകുട്ടിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു രാജി. വേണ്ടമ്മേ, ചേച്ചിയോട് ജീവിതം വെച്ചിട്ട് എനിക്കൊരു പഠിപ്പും പത്രാസവും വേണ്ട. വാടകയ്ക്കൊരു വീടെടുത്തിട്ടായാലും വേണ്ടില്ല. ചേച്ചിയെ പത്രേട്ടിന് കൊടുക്കേണ്ട അമ്മേ. ശ്രീകുട്ടിയും പറയുന്ന കേട്ട് തകർന്നുപോയി രാജി. ഈ സമയം ജോക്കുട്ടും വാസിലേക്ക് നോക്കി അക്ഷമയോടെ ഇരിക്കുകയാണ്. നാശം പിടിക്കാനായിട്ട് കെട്ടിയെടുക്കാറായില്ലേ അവന്. മീശയുടെ മുകളിൽ ഒരു ഇടിയിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ആ സമയം ഫോൺ റിങ് ചെയ്തു. ഭദ്രൻ എത്തിയോ? ആ ഉള്ളിലേക്ക് പോന്നേ, ഞാനിവിടെ ഉണ്ട്. ഫോൺ കട്ടായി. ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ. എടി ഇഷാനി, നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ഭദ്രൻ എന്റെ ചരട് വലിക്കനുസരിച്ച് നിന്നാ. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.